പേര് ജെയിംസ് എന്നാണ്. എന്റെ സ്ഥലം പത്തനംതിട്ടയിൽ കൊടുമണ്ണം എന്ന് പറയുന്ന പ്രദേശമാണ്. ഞാൻ രാജു സാറിന്റെ കയ്യിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് രാജു സാർ ഫോഴ്സ്ഫുള്ളി തരുമായിരുന്നു. എനിക്ക് എല്ലാവരും ഇത്രയും പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഡ്രാസ്റ്റിക് റിസൾട്ട് പോലെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ നേരത്തെ റിസൾട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പറയാം. എനിക്ക് ഈ കൈയുടെ ഈ ജോയിന്റുകൾക്കെല്ലാം ഗൗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മടങ്ങത്തില്ലായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ നടക്കുമ്പോ കാല് നിരക്കി നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 25 വർഷമായിട്ട് എനിക്ക് ബീഫ് അലർജി ഉണ്ടായിരുന്നു. ബീഫ്, മട്ടണ്, പോർക്ക് പോലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ, റെഡ് മീറ്റ് കഴിക്കുവാണെങ്കിൽ അലർജി ഉണ്ടായിരുന്നു. അത് മാറി. അപ്പൊ ഇത്രയും റിസൾട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടി. അതിലുപരിയായിട്ട് എനിക്ക് വൈഫിന്റെ റിസൾട്ടാണ് എന്നെ അതിശയിപ്പിച്ചത് ഈ അടുത്ത സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം, അതായത് ഫെബ്രുവരി ഒരു 8-ാം തീയതി മുതൽ എന്റെ വൈഫിന് ഹെവി ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ ഞാൻ രാജ് സാറിന്റെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ രാജ് സാറിന്റെ പറഞ്ഞപ്പോ രാജ് സാർ പറഞ്ഞു, ജെയിംസെ, നേരത്തെ സിസ്റ്റ് ഉണ്ടായിരിക്കാം ഈ യൂട്രസില് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ ശരിക്കും പറഞ്ഞത് പുള്ളിക്കാരുടെ വയറൊക്കെ ഇച്ചിരി വീർത്തിരിക്കുക. അപ്പൊ സിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അങ്ങനെ ഞങ്ങൾ പരിമല ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് എല്ലാം നടത്തി. അപ്പൊ ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു. HP കൗണ്ടൊക്കെ ഒത്തിരി കുറഞ്ഞു പോയായിരുന്നു. പിന്നെ അവിടെ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് മൊത്തം സ്കാനൊക്കെ ചെയ്തു നോക്കിയപ്പോ ഈ സിസ്റ്റിന്റെ ഒരു സംഭവങ്ങൾ പോലും ഇല്ല. പുള്ളിക്കാരി പറയുന്നത് ഹെവി ബ്ലീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഒക്കെ ഇങ്ങനെ മുറിച്ചിടുന്നത് പോലുള്ള പീസ് പോലെ ഈ ബ്ലഡ് പൊക്കോണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് ഡോക്ടർക്ക് ആകെ ഡൗട്ടായി. കാരണം ഈ സിസ്റ്റ് ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ബ്ലീഡിങ് ഉണ്ടാവത്തില്ല. എങ്ങനെ ഇതിനകത്ത് സിസ്റ്റ് ഉണ്ടായിരുന്നത് എങ്ങനെ പോയിന്. പിന്നെ അവസാനം ഒരു ഡിയാൻസി ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഡിയാൻസി അവർ ഫോഴ്സ്ഫുള്ളി ചെയ്തു. എന്തായാലും ദൈവകൃപയാൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ പുള്ളിക്കാരിക്ക് 2 അലർജി ഉണ്ടായിരുന്നു. ഈ ഓമയ്ക്ക കഴിക്കുക, ചക്ക കഴിക്കുക, ഇതൊക്കെ ഭയങ്കര അലർജി ആയിരുന്നു. അതെല്ലാം മാറി, പുള്ളിക്കാരി ഓക്കെ ആയി. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റില്. പിന്നെ കഴിഞ്ഞ മാസം ഒന്നും ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നുകൊണ്ട് ഇങ്ങനെ അധികം പ്രൊഡക്റ്റുകൾക്ക് വിൽക്കാനോ എടുക്കാനോ ഒന്നും